ഇനി എത്ര നരച്ചുമുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ്. ഇതിൽ ഇത്രയും വലിയ രഹസ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് തരുന്നത്. അപ്പം ഞാവൽപ്പഴം ഉണ്ടെങ്കിൽ എടുത്തോളൂ. കഴിക്കാൻ മാത്രമല്ല നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് നമ്മുടെ ഞാവൽപ്പഴം. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ നല്ല രീതിയിലുള്ള അടിപൊളി ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാവൽപ്പഴം കൊണ്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 ഞാവൽപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ ഇങ്ങനെ ഇട്ട് അടിക്കരുത്, പകരം കൈ കൊണ്ട് ഞെവടി എടുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ. തുള്ളി പോലും വെള്ളം ചേർക്കരുത്. ഇതിൻ്റെ അകത്ത് കുരു കളയരുത്. നമുക്ക് ഈ കുരുവും കൊണ്ട് അടിപൊളി ഒരു ടിപ്പോടുണ്ട്, അടുത്ത വീഡിയോനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഞാവൽപ്പഴത്തിൻ്റെ പൾപ്പ് മാത്രം നല്ല മിക്സിയുടെ ജാറയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ നമുക്ക് വിറ്റാമിൻ സി, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യത്തിന് നല്ല സഹായമായേക്കാം. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ മുടിവേരുകൾക്ക് ആവശ്യമായ പോഷണം ലഭിക്കാൻ സഹായമാണ്. അതുപോലെ തന്നെ തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ടും വളരെ നല്ലതാണ്. പിന്നെ സമീകൃതമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി കഴിക്കുമ്പോൾ മുടി ശക്തമായി വളരാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു സൂത്രം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം മുടിക്ക് 2 ഗുണങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതേ രീതിയിൽ തന്നെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷേ ഞാൻ ഇവിടെ അരിച്ചൊന്നും എടുക്കുന്നില്ല. ഇതേ രീതി പൾപ്പ് പോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം കുട്ടികൾക്കാണെങ്കിലും, അതായത് ഒരു 10 വയസ്സ് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ തലയിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാം വളരെ നല്ലതാണ്. മുടിക്ക് വളരെ നല്ല ആരോഗ്യ ഗുണമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു ബൗളിലേക്ക് തന്നെയാണ്, നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയിലേക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ ഇതുപോലെ ഒരു ബൗളിലാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലാകുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് ഷെയ്ഡിൽ, ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഇതൊരു 10-15 മിനിറ്റ് അടച്ച് വെക്കുവാണ്. ഈ ബൗളിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇരുമ്പ് ചട്ടി വേണമെന്ന് നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2-3 കൂട്ടം സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് നിലനിൽക്കാൻ, നരച്ച മുടിനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അതുകൊണ്ട് അത് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവ് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുത്ത് കട്ട കെട്ടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസ് പരുവത്തിലാക്കുക. ഇപ്പം നല്ല ഇതേ രീതിയിലാക്കുക. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ലെടുക്കുക. വെള്ള കളറിലെ അലോവേര ജെല്ല്, അല്ലെങ്കിൽ വീട്ടിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം. തൈര് മുടിയെ നല്ലപോലെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ താരം കുറയാനും മുടിക്ക് ഈർപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കാൻ തൈര്. അതുകൊണ്ട് തൈര് നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നരച്ച മുടിയുള്ള ഭാഗങ്ങളിലേക്ക് തല ഫുള്ളും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയോട്ടിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുത്താൽ സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇത് നിങ്ങളൊരു 30 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, 30 മിനിറ്റ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് മാസത്തിൽ 1 നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഞാവൽപ്പഴത്തിൻ്റെ ഒരു ഇതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഞാവൽപ്പഴം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ നാക്കിലെല്ലാം ഒരു കളറ്, ബ്ലൂ കളർ പിടിച്ചിരിക്കും. കയ്യിലൊക്കെ ഒരു കറ പോലെ പിടിച്ചിരിക്കും. ആ ഒരു കളറ് നമ്മുടെ മുടിയിൽ പിടിക്കും. അതായത് വൈറ്റ് കളർ മുടിയിൽ നല്ല രീതിയിൽ പിടിക്കുക. അതിൻ്റെ കൂടെ നെല്ലിക്കായും കൂടെ ചേരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി ഒരു ഡാർക്ക് ഇരുണ്ട ഷെയ്ഡിലേക്ക് നമ്മുടെ നരച്ച മുടിനെ കൊണ്ടുവരാൻ സഹായിക്കും. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇപ്പം നല്ലപോലെ, അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് അരിച്ച് വേണേൽ എടുക്കാവുന്നതാണ്. പക്ഷേ അരിച്ചെടുക്കേണ്ട കാര്യം, ഇതിൽ തരികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്കാൽപ്പിലൊന്നും തൊട്ടി പിടിച്ചിരിക്കത്തില്ല. ഒരു 15 മിനിറ്റത്തേക്ക് ഞാൻ അടച്ചു വെച്ചപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ്റെ തലയിലും മകളുടെ തലയിലും ഒക്കെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം നമുക്കൊക്കെ മുടിയൊക്കെ ഒത്തിരി കുറവുള്ള, തലയോട്ടിയൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ല, മുടിയൊക്കെ ചെറിയ ഹെയർ വരാനൊക്കെ വളരെ നല്ല സഹായകരമാണ് നെല്ലിക്കാപ്പൊടി.
അതുപോലെ നരച്ച മുടി ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇതുപോലെ നല്ല കറുത്ത മുടിയല്ല, ഇത് കണ്ട ഒരു ചെമ്പിച്ച കളറും മുടിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല മുടി നല്ലപോലെ കറുത്ത് തിളങ്ങി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളഞ്ഞിട്ടൂടെ അതിൻ്റെ റിസൾട്ടൂടെ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ചെറിയൊരു മസാജ് കൂടെ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇതിനായിട്ട് ഒരുപാട് പാടുപെടുക കഷ്ടപ്പെടുക ഒന്നും വേണ്ട. നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി പൊടിഞ്ഞു പോകാതെയും അലർജി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ മുടി പൊടിച്ചിലുണ്ടാകത്തില്ല. കെമിക്കലൊക്കെ മേടിച്ചടിച്ച് നമ്മുടെ മുടിയൊന്നും കളയേണ്ട കാര്യമില്ല. കെമിക്കൽ ഇനി ആരും അടിക്കാതെ വീട്ടിൽ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അതുപോലൊക്കെ നിങ്ങൾക്ക് ഏതാണോ പിടിച്ചത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടും. നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇരുമ്പ് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഹെന്ന പൗഡറും കൂടെ ചേർത്തിട്ട് ഞാൻ തേച്ചത് കണ്ടില്ലേ, നല്ലൊരു റിസൾട്ട് കിട്ടും. കാര്യം നെറ്റിയുടെ സൈഡിലെല്ലാം ചെറിയ ചെറിയ നരയുണ്ടായിരുന്നു. അതൊന്ന് ചെറിയ രീതിയിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഹെന്ന പൗഡറോ അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡറോ ആണെങ്കിൽ നിങ്ങൾക്ക് മതി കേട്ടോ, നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസിൽ. അപ്പം മകൾക്ക് ഞാൻ തേച്ച് കൊടുത്തതിന് ശേഷം അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല, കഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ കളറൊക്കെ മുടിയിലൊക്കെ അടിക്കുന്ന കുട്ടികളുടെയൊക്കെ തലമുടി നല്ലപോലെ പെട്ടെന്ന് നരയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഞാൻ ചെറിയൊരു മസാജ് കഴിയതിന് ശേഷം ചെറിയ രീതിയിലൊരു മസാജ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാടിതിലേക്ക് നമ്മുടെ മുടി ഡ്രൈ ആയി പോകത്തില്ല, നല്ല സിൽക്കി ആയിട്ട് നല്ല കറുത്ത് തിളങ്ങാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാര്യം അലോവേര ജെല്ല് നമ്മൾ പാല തൈര് എന്തായാലും നിങ്ങൾ ചേർക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ മുടി നല്ലപോലെ കറുത്ത് തിളങ്ങും കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.